രാവിലെ എഴുന്നേക്കുന്നു, കൃത്യമായിട്ട് ഒരു വിഷു പറയും. പിന്നെ ഉച്ചയ്ക്കൊരു സദ്യ. അത് പതിവ് പോലെ ആരും ഒന്നും മിണ്ടാതെ പരിചയം പോലും ഇല്ലാത്ത ആളുകൾ വന്നിരുന്ന് കഴിക്കുന്ന പോലെ കഴിച്ചിട്ട് അങ്ങ് പോവും. അതിന് എവിടെന്നെങ്കിലും സദ്യ ഓർഡർ ചെയ്താലും മതി. ദേ, നമുക്ക് നേരെ അങ്ങ് വീട്ടിലേക്ക് പോവാം. പോകുന്നതിന്റെ റിസ്ക് ഞാൻ എടുക്കാം. അച്ഛനോട് കാര്യം പറയാം. പോവാണെങ്കിൽ അത് സന്തോഷമുള്ള കാര്യ. പിന്നെന്താ? പോയാൽ ഇവിടെ ഒരു ബഹളം ഉറപ്പാ. ഇവിടെ എന്നാ പിന്നെ അതുണ്ടാവില്ലേ? അപ്പൊ ലാഭം അതല്ലടോ. മാത്രമല്ല നന്ദിനി, അവരുടെ ഇടയിൽ ചെന്നിരിക്കുന്നതും ഒരു പിടി വാരി തിന്നുന്നതും ഒക്കെ ഞാനേ വല്ലാതെ അങ്ങ് എൻജോയ് ചെയ്തു തുടങ്ങി. എനിക്ക് നഷ്ടപ്പെട്ട എന്തൊക്കെയോ എനിക്കവിടെ കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അപ്പോ നമ്മൾ തീരുമാനിച്ചു, നമ്മുടെ ഓണം തന്റെ കുടുംബത്തിന്റെ കൂടെ. നമ്മുടെ കല്യാണം കഴിഞ്ഞുള്ള ആദ്യത്തെ ഓണം. മരുമകൻ എന്ന നിലയ്ക്ക് എനിക്ക് ഓണം കൂടാനുള്ള അവകാശമുണ്ട്.